രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. അന്നേരം ഒരു കൊക്കമ്മാവൻ അവിടെ എത്തി. ആ കാഴ്ച കണ്ട് കൊക്കമ്മാവന് സന്തോഷമായി. ഈ കുളത്തിൽ ധാരാളം മീനുകളുണ്ടല്ലോ, എനിക്ക് കുറേ ദിവസത്തേക്കുള്ള ആഹാരമായി. കൊക്കമ്മാവൻ മീനുകളോട് പറഞ്ഞു, മീനുകളെ പേടിക്കണ്ട, അങ്ങ് അകലെ വലിയൊരു കുളമുണ്ട്. ആ കുളം ഒരിക്കലും വറ്റില്ല. നേരോ? പക്ഷേ ഞങ്ങൾ എങ്ങനെ അവിടെ എത്തും? അത് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഓരോ ദിവസവും കുറച്ചു പേരെ മാത്രമേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടോ. മീനുകൾ കൊക്കമ്മാവന്റെ വാക്ക് വിശ്വസിച്ചു. എന്നും മീനുകളെയും കൊണ്ട് കൊക്കമ്മാവൻ പറന്നു പോകും. എന്നിട്ട് അകലെ ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയി അവയെ ഭക്ഷിക്കും. കുളക്കരയിലെ പൊത്തിൽ താമസിച്ചിരുന്ന ഞണ്ടിന് കൊക്കിന്റെ ഈ ചതി മനസ്സിലായി. ഞണ്ട് കുളത്തിലെ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരെ, ആ കൊക്ക് നിങ്ങളെ ചതിക്കുകയാണ്. അവൻ നിങ്ങളെ കുളത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, വഴിക്ക് വെച്ച് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അങ്ങനെ ഞണ്ട് മീനുകളെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം കൊക്കമ്മാവൻ വന്നപ്പോൾ ഞണ്ട് കൊക്കിനോട് പറഞ്ഞു, കൊക്കമ്മാവ, അങ്ങ് എന്നെയും കൂടി രക്ഷിക്കണം, അകലെയുള്ള കുളത്തിലെത്തിക്കണം. ഓ, അതിനെന്താ, നീ എന്റെ പുറത്ത് കയറിക്കൊള്ളൂ. അങ്ങനെ മീനിനെയും കൊത്തിയെടുത്ത് ഞണ്ടിനെയും തോളിലേറ്റി കൊക്കമ്മാവൻ പാറപ്പുറത്തേക്ക് പറന്നു. പാറപ്പുറത്തെത്തിയ കൊക്ക് മീനുകളെ താഴെയിട്ട് ഓരോന്നായി ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞണ്ട് കൊക്കമ്മാവന്റെ കഴുത്തിലിറക്കി. വേദന കൊണ്ട് കൊക്കമ്മാവൻ ഉറക്കെ നിലവിളിച്ചു, അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, എന്നെ ഒന്നും ചെയ്യല്ലേ. പിന്നീട് ഒരിക്കലും കൊക്ക് ഈ ദുഷ്ടപ്രവൃത്തിക്ക് ഒരുങ്ങിയിട്ടില്ല. മനുവും വിക്കിയും കൂട്ടുകാരും അയൽക്കാരുമാണ്. കറങ്ങി നടന്ന് കാഴ്ചകൾ കാണുക രണ്ടുപേരുടെയും ഇഷ്ടവിനോദമാണ്. മനു, അത് കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ അമ്പൽക്കുളം. വിക്കി, നീ ആള് കൊള്ളാലോ. ഈ സ്ഥലമൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? അതോ, മുമ്പൊരു ദിവസം ഞാൻ അച്ഛന്റെ കൂടെ ബൈക്കിൽ ഇതുവഴി പോയിരുന്നു. അന്നേ ഞാൻ നോക്കി വെച്ചതാ. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇത്ര മീനുകൾ! ഓ, എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. പല നിറത്തിലുള്ള മീനുകൾ നമ്മളെപ്പോലെ തന്നെ ഓടിച്ചാടി കളിക്കുന്നു. നമുക്ക് ഈ മീനുകൾക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു. അതെ, നമുക്ക് നാളെ ഇവറ്റകൾക്ക് തീറ്റ കൊണ്ടുവരാം.
കൂടെ ഒരു ചൂണ്ടയും. ചൂണ്ടയോ? അതെന്തിനാ? ചൂണ്ടയിൽ തീറ്റ വെച്ച് വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ മീനുകൾ അത് കൊത്തും. ആ സമയത്ത് ചൂണ്ട വലിച്ച് മീനെ പിടിക്കാം. അയ്യോ വിക്കി, ഞാൻ മീനെ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം. അപ്പോൾ മീനുകൾ കൂടുതൽ സന്തോഷത്തോടെ തുള്ളിച്ചാടും. മനു, ഈ മീനുകൾ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് നമുക്കെന്ത് കാര്യം? ഇതിനെ പിടിച്ച് വീട്ടിൽ ഫിഷ് ടാങ്കിൽ കൊണ്ടുപോയി ഇടാം. അതൊന്നും വേണ്ട വിക്കി. നീ പേടിക്കാതിരി. ഒരു കാര്യം ചെയ്യാം, ചൂണ്ടൊന്നും വേണ്ട. മീൻ പിടിക്കാനേ ഒരു ചെറിയ വല തന്നെ കൊണ്ടുവരാം. വേണ്ട വേണ്ട, നമുക്കെന്നും ഇവിടെ വന്ന് ഈ കുളത്തിന്റെ ഭംഗിയും നിറമുള്ള മീനുകളെയും എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവാം. ഞാൻ എന്തായാലും നാളെ വലയും കൊണ്ടുവന്ന് മീനിനെ പിടിക്കും. നീ ഇവിടെ ചുമ്മാതിരുന്ന് ഞാൻ മീൻ പിടിക്കുന്നത് കണ്ട് ആസ്വദിച്ചോ. അപ്പൊ അതാണ് യവന്മാരുടെ മനസ്സിലിരിപ്പ്. പാവം മീനുകൾ ഇതൊന്നും അറിയാതെ അവന്മാരുടെ മുന്നിൽ തുള്ളിക്കളിക്കുന്നു. എങ്ങനെയെങ്കിലും മീനുകളെ ഈ വിവരം അറിയിക്കണം. തവളച്ചേട്ടാ, എന്താ മുഖത്തൊരു ഗൗരവം? വാ, നമുക്ക് കളിക്കാം. നിങ്ങളിങ്ങനെ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ കളിച്ചോണ്ടിരുന്നോ? ആ കുട്ടികൾ നിങ്ങളെ നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവരെന്താ പറഞ്ഞത് തവളച്ചേട്ടാ? നാളെ അവർ വലയുമായി വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകുമെന്ന്. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി എങ്ങോട്ട് പോകും? തവളച്ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഓ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ചെറിയ ജീവികൾ, അവർ മനുഷ്യരാണ്. നിങ്ങളെ പിടിക്കാൻ അവർക്കൊരു ചൂണ്ടയോ വലയോ മാത്രം മതി. എന്നാലും നമുക്കും ജീവിച്ചു പോകണ്ടേ? ഒരു കാര്യം ചെയ്യാം. എന്താ തവളച്ചേട്ടാ, എന്താണ് ആ വഴി? നമ്മൾ രക്ഷപ്പെടുമോ? തൊട്ടപ്പുറത്ത് ഒരു കാലൻ ഞണ്ടുണ്ട്. ആളിത്തിരി ദേഷ്യക്കാരനാണ്. പക്ഷേ അവൻ വിചാരിച്ചാൽ ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഞാനൊന്നു പോയി കണ്ടിട്ട് വരാം. എങ്ങനെയെങ്കിലും മീനുകളെ രക്ഷിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുറച്ച തവളച്ചേട്ടൻ കാലൻ ഞണ്ടിനെ അന്വേഷിച്ചു പോയി. അതാ അവിടെ ഒരു കല്ലിനടിയിൽ കാലൻ ഞണ്ട് സുഖമായി കിടന്നുറങ്ങുന്നു. തവള പതുക്കെ പതുക്കെ ഞണ്ടിനടുത്തേക്ക് പോയി. എന്താടാ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഒരു സഹായം വേണം. ഇപ്പൊ സഹായിക്കാനൊന്നും പറ്റില്ല. നീ പോയി പിന്നെ വാ. ഇത്രയും ശക്തനായ കാലൻ ഞണ്ട് ഇവിടെ ഉണ്ടായിട്ടും ഇവിടത്തെ ജീവികൾക്കൊരു ഉപകാരവുമില്ലല്ലോ. നീ എന്നെ അധിക്ഷേപിക്കുന്നു. കാര്യം പറ. അപ്പുറത്തെ ആമ്പൽ കുളത്തില് ആ പാവം മീനുകൾ. മീനുകൾക്ക് എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ ചേട്ടാ? ഇന്ന് 2 കുട്ടികൾ അവിടെ വന്ന് മീനുകളെ മൊത്തം പിടിച്ചുകൊണ്ട് പോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആമ്പൽ കുളത്തിൽ ഒരു മീൻ പോലും ബാക്കിയുണ്ടാവില്ല. നാളെ അവർ വലയുമായി വരും. സംഗതി കുറച്ച് കടുപ്പമാണ്. അപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. നമ്മുടെ ഒപ്പമുള്ളവരെ എന്തു വില കൊടുത്തു നമ്മൾ രക്ഷിക്കണം. നീ ഒരു കാര്യം ചെയ്, ആ മീനുകളോട് പോയി സമാധാനമായി ഇരിക്കാൻ പറ. ഞാൻ നാളെ വന്ന് ആ കുട്ടികൾക്കൊരു പണി കൊടുക്കാം. മനു, നീ ആദ്യം ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. ഞാൻ വലയിട്ട് മീനുകളെ പിടിച്ച് കരയിലേക്കിടും. നീ അതെല്ലാം പറക്കിയെടുത്ത് ബക്കറ്റിലേക്ക് ഇടണം. ഒന്നുപോലും തിരിച്ച് വെള്ളത്തിലേക്ക് പോകരുതേ. ശരി, അത് ഞാൻ ഏറ്റു. ഇന്ന് നമ്മൾ കലക്കും. ഈ ബക്കറ്റ് നിറയെ മീനുകളുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാരും ഞെട്ടും. നിന്റെ അച്ഛൻ പുതിയ ഫിഷ് ടാങ്ക് വാങ്ങാനായി ഓടും. കുറെ എണ്ണത്തിന് നീ നിന്റെ വീട്ടിലേക്കും കൊണ്ടുവയ്ക്കോ. നമ്മുടെ കൂട്ടുകാർക്കും കുറച്ച് കൊടുക്കാം. ഓ, അവന്മാരിങ്ങെത്തിയല്ലോ. ഞാനൊരു പണി ഒപ്പിക്കാം. നീ ഇവിടെ ഇരിക്കും. അയ്യോ, ഞണ്ട് ഞണ്ട് ഞണ്ട്
വിക്കി ഓടിക്കോ. പേടിക്കണ്ട മനു, ഇതിന് ഞാൻ ഇപ്പൊ ശരിയാക്കാം. അയ്യോ അയ്യോ. അങ്ങനെ മീനുകൾ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തവളച്ചേട്ടന്റെ സമയോചിതമായ ഇടപെടലും ഞണ്ടിന്റെ ശക്തിയും ധൈര്യവും എല്ലാം ഒരുമിച്ച് ചേർത്ത് അവരാ അപകടത്തെ വിജയകരമായി നേരിട്ടു. അവരുടെ ഒത്തൊരുമിച്ചുള്ള ഈ ചെറുത്തുനിൽപ്പിൽ പേടിച്ചുപോയ മനുവും വിക്കിയും പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല. എന്താ നക്ഷത്രമാമ, വലിയ സന്തോഷത്തിലാണല്ലോ. അയ്യോ, ഇനി എനിക്ക് ചിരിക്കാൻ വയ്യായി. ചിരിച്ച് ഞാൻ മടുത്തു. മടുത്തെങ്കിൽ വേഗം ചിരി നിർത്തിക്കോ. അധികം ചിരിച്ചാൽ കരയേണ്ടി വരുമെന്നാണ് പറയുന്നത്. എങ്ങനെ ചിരിക്കാതിരിക്കും സക്കറേ? ഈ മനുഷ്യരെന്തൊരു മണ്ടന്മാരാണ്. എന്തു പറ്റി? ഏതോ ഒരു നീരാളി ലോകകപ്പ് മത്സരം പ്രവചിച്ചെന്ന് പറഞ്ഞ് ഈ വീട്ടിലെ കുട്ടി ഒളിമ്പിക്സിൽ ഇന്ത്യ എന്ന് സ്വർണം നേടുമെന്നറിയാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് മാമൻ വല്ലതും പ്രവചിച്ചോ? എന്തു പ്രവചിക്കാൻ? അതിരിക്കട്ടെ, ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെയായിരുന്നു? ഞാൻ ആ ഗോൾഡ് ഫിഷിന്റെ ബംഗ്ലാവ് വൃത്തിയാക്കാൻ പോയതായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 ദിവസത്തെ ജോലി ഉണ്ടായിരുന്നു. ഞാൻ എത്ര ആത്മാർത്ഥതയോടെ ജോലി ചെയ്താലും ആ ഗോൾഡ് ഫിഷിന് കുറ്റം തീരില്ല. എന്തു ചെയ്യാം, എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേൾക്കാനാണ് എൻ്റെ വിധി. സാരമില്ല സക്കറെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം നിനക്ക് വരും. ആ, വരുമായിരിക്കും. മത്സ്യങ്ങളിലെ ഗപ്പിക്കുഞ്ഞൻ സാരി വാലൻ ഞാൻ, എന്നെ കാണാൻ എന്തൊരു ചന്തം സുന്ദരിയാണേ ഞാൻ. മത്സ്യങ്ങളിലെ ഗപ്പിക്കുഞ്ഞൻ സാരി വാലൻ ഞാൻ, എന്നെ കാണാൻ എന്തൊരു ചന്തം സുന്ദരിയാണേ ഞാൻ. അക്വാറിയത്തിൽ മാലാഖയാകും ഏഞ്ചൽ മത്സ്യം ഞാൻ, അക്വാറിയത്തിൽ മാലാഖയാകും ഏഞ്ചൽ മത്സ്യം ഞാൻ. എന്നോട് അഴക് ആർക്കുണ്ടിവിടെ പറയുക സ്നേഹിതരേ. കാക്കക്കറുപ്പിൻ 7.5 കാണുന്നറിയുക സ്നേഹിതരേ, കാക്കക്കറുപ്പിൻ 7.5 കാണുന്നറിയുക സ്നേഹിതരേ. 7.5 കറുത്ത സുന്ദരി ഞാനാ ബ്ലാക്ക് മോളി, 7.5 കറുത്ത സുന്ദരി ഞാനാ ബ്ലാക്ക് മോളി. സ്വർണ്ണപ്പട്ട് പുതച്ചൊരു സുന്ദര സുവർണ മത്സ്യം ഞാൻ, സ്വർണ്ണപ്പട്ട് പുതച്ചൊരു സുന്ദര സുവർണ മത്സ്യം ഞാൻ. മത്സ്യങ്ങളിലെ അതിസുന്ദരി സ്വർണ്ണ മത്സ്യം ഞാൻ, മത്സ്യങ്ങളിലെ അതിസുന്ദരി സ്വർണ്ണ മത്സ്യം ഞാൻ. അഴകുള്ളവരാം ചങ്ങാതികളെ പാവം സക്കറു ഞാൻ, അഴകുള്ളവരാം ചങ്ങാതികളെ പാവം സക്കറു ഞാൻ. നിങ്ങളോടൊത്തു വസിക്കുന്നതിനാൽ ഞാനും സുന്ദരനാ. നീ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ? ഈ അക്വേറിയത്തിന്റെ അലങ്കാരമായി ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിനക്ക് ഒരു യോഗ്യതയുമില്ല. ജോലി ഉള്ളപ്പോൾ അറിയിക്കാം, അപ്പോൾ വന്നാ മതി. അയ്യോ, കണ്ണു കാണാൻ വയ്യേ. ഹോ, എന്തൊരു അസ്വസ്ഥത. ഞാൻ ഇപ്പം മരിക്കുവേ. അക്വേറിയത്തിൽ അഴുക്ക് കാരണം നമ്മുടെ കൂട്ടുകാരെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ സക്കറിനാണെങ്കിൽ കാണാനുമില്ല. ഇനിയും അഴുക്ക് വർദ്ധിച്ചാൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. നമുക്കെല്ലാവർക്കും ആ നക്ഷത്രമാവിനെ ഒന്ന് ചെന്ന് കണ്ടാലോ? ആര് വേണമെങ്കിലും ചെന്ന് കാണാം. എന്താ എല്ലാരും കൂടി? മാമാ, ഞങ്ങൾ എല്ലാവരും മരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അക്വേറിയത്തിൽ അഴുക്ക് കൂടിക്കൂടി വരികയാണ്. എന്തുകൊണ്ട്? ആ സക്കർ മത്സ്യം അഴുക്ക് വൃത്തിയാക്കാത്തത് കൊണ്ട്.
സക്കർ ആർക്ക് വേണ്ടിയാണ് ഈ അക്വേറിയം മുഴുവൻ വൃത്തിയാക്കുന്നത്? സക്കറിന് വേണ്ടിയോ അതോ നമുക്ക് വേണ്ടിയോ? അത് എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? പറയൂ. നമുക്ക് വേണ്ടിയാണ് മാമ. ഈ അക്വേറിയത്തിൽ സക്കർ ചെയ്യുന്ന വലിയ നന്മ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. സക്കർ പണിമുടക്കിയത് കൊണ്ട് നമുക്കെല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത് മരണമാണ്. ഈ അക്വേറിയത്തിലെ അഴുക്കുകൾ വൃത്തിയാക്കി നമ്മളുടെ ജീവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. നിങ്ങൾ ചെയ്ത ആ വലിയ തെറ്റിന്റെ ഫലമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത്. തെറ്റുപറ്റി മാമ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. സക്കറിനോട് ഞങ്ങൾക്ക് മാപ്പ് പറയണം. നക്ഷത്ര മാമ, അതാ കല്ലിന്റെ അടിയിൽ നമ്മുടെ സക്കർ. സക്കറേ, ചങ്ങാതി ഞങ്ങളോട് ക്ഷമിക്ക്. വാക്കുകൾ കൊണ്ട് ഞങ്ങൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. എല്ലാം ഞങ്ങളുടെ അറിവില്ലായ്മയെ കണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കണം. മോനെ സക്കറെ, നിന്റെ കൂട്ടുകാരെ രക്ഷിക്കടാ. ചങ്ങാതിമാരെ, എനിക്ക് ആരോടും ഒരു വഴക്കുമില്ല. പിന്നെ സ്വന്തം സഹോദരന്മാരായ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നി. ഈ അക്വേറിയത്തിലെ അഴുക്ക് വൃത്തിയാക്കുന്ന കാര്യം പോലും ആ സങ്കടത്തിൽ ഞാൻ മറന്നുപോയി. കൂട്ടുകാരെ, 1 മണിക്കൂറിനുള്ളിൽ ഈ അക്വേറിയത്തിലെ അഴുക്കുകളെല്ലാം ഞാൻ നീക്കിയിരിക്കും. പല നിറമാണ് പോലും ഞങ്ങൾ ഇനി മുതൽ ഒന്നാടേ. പല നിറമാണ് പോലും ഞങ്ങൾ ഇനി മുതൽ ഒന്നാടേ. ദൈവതരത്തിൽ സുന്ദര സൃഷ്ടികളാണ് മത്സ്യങ്ങൾ. ദൈവതരത്തിൽ സുന്ദര സൃഷ്ടികളാണ് മത്സ്യങ്ങൾ. സ്വന്തം ഗ്രാമത്തിലെ കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവും കാരണം മറ്റൊരു ദേശം തേടിയിറങ്ങിയതാണ് പൊന്നൻ തവള. വറ്റാത്ത ഒരു കുളമുണ്ടെന്ന് വരും വഴി തവള കേട്ടിരുന്നു. അവിടേക്കുള്ള പ്രയാണമാണ്. ഇതത്ര നടന്നു, ദാഹിച്ചു സഹി കെട്ടു. ദൂരെ ഒരു പൂന്തോട്ടം കാണുന്ന പൊന്നൻ തവള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹായ് ഹായ്, അവിടെ നിറയെ ചെടികളും പൂക്കളും. ഉറപ്പായും ഉറവ പറ്റാത്ത കുളം അവിടെയാകും. തന്റെ ക്ഷീണം മറന്ന് പൊന്നൻ തവള വേഗം അങ്ങോട്ടേക്ക് പോയി. ആ കുളത്തിൽ നല്ല ഭംഗിയുള്ള കുറച്ച് മീനുകൾ താമസിച്ചിരുന്നു. എന്നാൽ ആ മീനുകൾ അവരുടെ സൗന്ദര്യത്തിൽ വല്ലാതെ അഹങ്കരിച്ചിരുന്നു. ഈ കൂട്ടുകാരി, ഇന്നലെ ഇവിടെ വെള്ളം കുടിക്കാൻ വന്ന കാക്കയെ നീ ഭയപ്പെടുത്തി ഓടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ നമ്മൾ മാത്രം മതി കൂട്ടുകാരി, മറ്റാരും ഇവിടെ വേണ്ട. അതെ അതെ, നമ്മൾ മാത്രം മതി. ഇത് നമ്മളുടെ മാത്രം സ്ഥലമാണ്. ഇവിടേക്ക് ഒരാളെയും നമ്മൾ കയറ്റില്ല. ഹയ്യ, ഹായ് കൂട്ടുകാരെ, ഇങ്ങനെ ചാടി നോക്കൂ, നല്ല രസമാണ്. കൂട്ടുകാരെ, ദേ നോക്കിക്കേ, ഇങ്ങോട്ടൊരു തവള വരുന്നു. ഏയ്, ഇങ്ങോട്ടൊന്നുമല്ല, അത് വേറെ വഴിക്കാണ്. അല്ലല്ല, ഇങ്ങോട്ട് തന്നെയാണ്. അതിനെ കണ്ടാലും മതി. അയ്യേ, ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് അവനെ ഓടിക്കണം. എനിക്ക് തവളയെപ്പോലെ ഭംഗിയില്ലാത്ത ജീവികളെ കാണുന്നതേ ഇഷ്ടമില്ല. ഇങ്ങോട്ട് വരട്ടെ, ഒരു പാഠം പഠിപ്പിച്ച് വിടാം അവനെ. അപ്പോഴേക്കും പൊന്നൻ തവള കുളത്തിലെത്തി കഴിഞ്ഞിരുന്നു. അന്നേരം മീനുകൾ
ഒരാമ്പലിന്റെ അടിയിൽ ഒളിഞ്ഞിരുന്നു. പൊന്നൻ തവള കുളത്തിലിറങ്ങി വയറു നിറയെ വെള്ളം കുടിച്ചു. ഹോ, ആശ്വാസമായി. നീ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ? ഇവിടെ എന്താ? ഇത് ഞങ്ങളുടെ കുളമാണ്. ഹായ് കൂട്ടുകാരെ, ഞാൻ പൊന്നൻ, ദൂരെ നിന്നും വന്നതാണ്. ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ. ഹാ, ദാഹം സഹിക്കാൻ വയ്യാതെ കുടിച്ചതാ. അതിന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരികയാണോ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്കുള്ള വെള്ളവും ആഹാരവും മാത്രമേ ഉള്ളൂ. അതിവിടെ വന്ന് കയറുന്നവർക്ക് തരാൻ പറ്റില്ല. വേഗം തിരിച്ചു പൊക്കോ. അയ്യോ കൂട്ടുകാരെ, അങ്ങനെ പറയല്ലേ. എനിക്ക് പോകാൻ ഇനി ഒരു സ്ഥലവുമില്ല. നീ വേഗം പോകാൻ നോക്ക്. നിന്നെ കണ്ടാലേ ഒരു വൃത്തിയുമില്ല, കാണാനും കൊള്ളു. അയ്യേ, നിന്നെ കണ്ടാലേ അറപ്പ് തോന്നുന്നു. പോ പോ, ഇവിടെ നിന്നും പോ. എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കല്ലേ. എന്നെയും ചങ്ങാതിയായി കണ്ടൂടെ? അയ്യേ, നിന്നെയാണോ ഞങ്ങൾ ചങ്ങാതിയാക്കേണ്ടത്? അയ്യേ, നീ ഞങ്ങളെ ഒന്ന് നോക്ക്. ലോകത്തിലെ ഏറ്റവും സുന്ദരികളാണ് ഞങ്ങൾ. നീ നോക്ക്, കണ്ടോ ഞങ്ങളുടെ അഴക്? ഈ ഞങ്ങൾ കാണാൻ ഭംഗിയില്ലാത്ത നിന്നെ കൂടെ കൂട്ടാനോ? അയ്യേ അയ്യേ, ചൊറിയൻ തവള. ആ ഭംഗിയില്ലാത്തവന്റെ ആഗ്രഹം നോക്കണേ കൂട്ടുകാരെ, നമ്മുടെ ചങ്ങാതി ആവണമെന്ന്. അമ്പോ, അത്യാഗ്രഹം തന്നെ. അടുത്ത ദിവസം മീനുകളോട് കൂട്ടുകൂടാനായി പൊന്നൻ തവള കുളക്കരയിലേക്ക് വീണ്ടും വന്നു. അതേ, ഒന്ന് നിക്ക്. താൻ ആള് കൊള്ളാലോ. ഞങ്ങൾ എതിർത്തിട്ടും വീണ്ടും താൻ കുളത്തിലിറങ്ങിയല്ലേ? അയ്യോ, അങ്ങനെയല്ല. അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുളത്തിലിറങ്ങിയത്. ഞാൻ കുളത്തിലിറങ്ങില്ല, അല്പം വെള്ളത്തിന് വേണ്ടി മാത്രം. നീ വെള്ളം കുടിക്കണ്ട, പോകാൻ നോക്ക്. വെള്ളം കുടിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഞങ്ങളോട് അവകാശത്തെക്കുറിച്ച് പറയുന്നോ? ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാമ കുളക്കരയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുളത്തിലിറങ്ങാൻ കഴിയാതെ തവള വിഷമിച്ചു പോകുന്നത് കണ്ട ആമ മീനുകളുടെ അടുത്തേക്ക് ചെന്നു. എന്താ നിങ്ങൾ അവനെ കുളത്തിലിറക്കാത്തത്? ഞങ്ങൾ അവനെ വിരട്ടി ഓടിച്ചു. ഈ കുളത്തിൽ താമസിക്കാൻ ഞങ്ങൾ അനുമതി കൊടുക്കില്ല. ഞങ്ങൾ എത്ര ഭംഗിയുള്ളവരാണ്. ആ തവള എന്തിനു കൊള്ളാം. എന്തൊരു രൂപമാണ് അതിന്. ഛേ, അങ്ങനെ രൂപവും സൗന്ദര്യവും നോക്കി ആരെയും നമ്മൾ വില കുറച്ച് കാണരുത്. ഞങ്ങൾക്ക് ഞങ്ങൾ മതി. നിങ്ങൾക്കറിയാമോ, ശക്തനായ സിംഹരാജനെ ഒരിക്കൽ വേടനിൽ നിന്നും ഒരു കുഞ്ഞെലിയായിരുന്നു രക്ഷിച്ചത്. വലിപ്പമോ രൂപമോ ഭംഗിയോ നോക്കിയല്ല ഒരാളെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രമാത്രം. അനുഭവം ഗുരു. ഞങ്ങളെ കുളത്തിൽ വെള്ളം കുടിച്ചിട്ട് ഞങ്ങളെ ഉപദേശിക്കുന്നു. നോക്ക്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല. എല്ലായിടത്തും വെള്ളം വറ്റിത്തുടങ്ങി. ഇവിടെ വെള്ളമുണ്ടല്ലോ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോഴും വെള്ളമുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഈ കുളവും വറ്റും. ഇവിടുത്തെ വെള്ളമൊന്നും പറ്റില്ല. ഒന്ന് ഓർത്തു നോക്ക്, ഈ കുളത്തിലെ വെള്ളം വറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഈ മണ്ടനാമയുടെ ഒരു കാര്യം. ഒന്നറിയാമോ, നിങ്ങൾക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. പക്ഷേ ആ തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ താമസിക്കാം. ആരെയും ചെറുതായി കാണരുത്. ആ ആമയുടെ സംസാരം കേട്ടോ, നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അതെ അതെ, നമ്മുടെ ദയിൽ വെള്ളം കുടിച്ചതും പോരാഞ്ഞ് ആമച്ചാരുടെ ഒരു അഹങ്കാരമേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കുളക്കരയിലേക്ക് ഒരു ചൂണ്ടക്കാരൻ വന്നു. അയ്യോ കൂട്ടുകാരെ, ആപത്താണ്. ആ ആഹാരം കഴിക്കരുത്. അതൊരു കെണിയാണ്. നിങ്ങൾ
അപകടത്തിലാകും. എന്ത് ധൈര്യത്തിലാണ് വൃത്തിയില്ലാത്ത നീ ഈ കുളത്തിലിറങ്ങിയത്? വേഗം കരയിലേക്ക് കയറിക്കോ. നമ്മൾ മാറിയിട്ട് അവനത് കഴിക്കാനായിരിക്കും. അരുത്, നിങ്ങളിതിൽ കൊത്തരുത്. ഇത് ചതിയാണ്. അയ്യോ അയ്യോ, അപ്പൊ ഞങ്ങളിത് കൊത്തിയിരുന്നെങ്കിൽ അതെ, അപകടം ആയേനെ. ക്ഷമിക്കണം ചങ്ങാതി. ഞങ്ങൾ നിന്നെ ഒരുപാട് കളിയാക്കി, എന്നിട്ടും നീ ഞങ്ങളോട് വെറുപ്പ് കാട്ടാതെ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. തവളച്ചാരെ, ഇനി നീ എന്നും ഞങ്ങളുടെ നല്ല ചങ്ങാതി ആയിരിക്കും. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഈ കുളത്തിൽ കഴിയാം.